ഇന്ന് വെള്ളം അടിക്കാനായിട്ടൊരു കാരണമില്ലാതിരിക്കായിരുന്നു. ഇന്നത്തെ വെള്ളോടിയും കലാപരിപാടികളൊക്കെ അവർക്ക് വേണ്ടിയിട്ടാട്ടെ. എങ്കിൽ അത് ഞാൻ സ്പോൺസർ ചെയ്യാം സാർ. ഡബിളൊക്കെ ഞാൻ നോക്കട്ടെ. ചുമ്മാ മൂടി കളഞ്ഞു കള്ളു മേടിച്ചിട്ടുള്ള പതി. തന്റെ നിലയിൽ എന്തെങ്കിലും ഐഡിയ വരുന്നുണ്ടോ ഒന്ന് ശരിയാക്കാൻ? തനിക്കാവുമ്പോ തിണ്ണ പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ. എന്തായി? സിനിമയിലാണെങ്കിൽ വളരെ ഈസിയാ. ഒരു സോങ്. അത് കറക്റ്റ്. സോങ് വിത്ത് ഡാൻസ്. ഈ പ്രേമം ശരിയാണോങ്കിൽ അവള് വസുമതിയാന്ന് അറിയുന്നതിന് മുമ്പ് ചന്തുവിന്റെ മനസ്സ് അവൾക്ക് വേണ്ടി കൊതിക്കണം. കൊതിച്ചില്ലെങ്കിൽ നമ്മൾ അവനെ കൊതിപ്പിച്ച് പണ്ടാറെടുക്കണം. അടിപൊളി ഐഡിയ സാർ. പിന്നെ ചുമ്മാതാണോ മോനെ തമിഴിൽ നമ്പർ 1 ഡയറക്ടറായത്? അതിന് സാറ് തമിഴിൽ പടമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ല. ഇവിടെ ചെയ്യുമ്പോ നമ്പർ 1 അവരുടെ കൊപ്പേ. ചപല വ്യാമോഹങ്ങൾ. എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. അവളുടെ ഉടുപ്പും പൂവും ഒക്കെ മഞ്ഞ നിറത്തിലാണ് കാണുന്നത്. എനിക്കും മഞ്ഞപ്പിത്തമുണ്ട്. ഈ ക്യാമറമാന്റെ പല്ലും മഞ്ഞച്ചാണ് ഞാൻ കാണുന്നത്. വന്ന കാര്യം മറന്നു. അതായത് ഞങ്ങള് ഒരു ചെറിയ ഞാൻ എപ്പോഴും മേശപ്പുറത്തേക്ക് എന്റെ അടുത്ത് എന്താ ഇനി ചുമച്ചു കുറച്ച് ഇടി കൊണ്ടുവരാൻ നാട്ടുകാരെ കൊണ്ട് അറിയിക്കും. ഏയ് നീ നാട്ടിൽ പോയിരുന്നല്ലേ? എന്നിട്ട് വല്ലതും കൊണ്ടുവന്നോ? 3-4 പെമ്പിള്ളേരെ കൂടി കൊണ്ടുവരാൻ കോപ്പെ. ഒരു ഒറ്റ കീറ് വെച്ചതാണ്ടല്ലോ. എന്നിട്ട് വേണം ബാക്കിയുള്ള സിനിമാക്കാരെ കൂടി ഇടി വിളിക്കാൻ. സോറി എന്റെ പോലീസ് അടിച്ചാ. അമ്മേ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞു താൻ കാരണത് എന്തിനാണോ? അത് കാല് സ്ലിപ്പായതല്ലേ? എന്റെ കാലൊന്ന് സ്ലിപ്പായി. SI കുളിച്ചിരുത്തി മുതുകത്തിടിച്ചപ്പോഴാണ് എന്റെ കാല് സ്ലിപ്പായത്. എന്നിട്ട് നിന്റെ കരച്ചില് കേട്ടില്ലല്ലോ. സൈലൻസർ വെച്ചൊക്കെയായിരുന്നു. സൈലൻസറാ? അണ്ണാക്കിന് ഒരുമാത്രം വൃത്തികെട്ട തുണി കുത്തിക്കയറ്റി വെച്ചാ എന്നെ ഇടിയൊക്കെ ഇടിച്ചത്. അതെന്റെ തുണിയായിരുന്നടാ. എന്നെ ഇടിക്കുമ്പോ തുണിയുണ്ടായിരുന്നില്ല. നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ? അംഗങ്ങൾക്കൊന്നും ഒരു ഭംഗവും ദൈവാധീനം കൊണ്ട് സംഭവിച്ചില്ല. പിന്നെ ഇത് പെണ്ണ് കേസാ. കഴിയുന്നത്ര വേഗം അവളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കൂട്ടത്തോടെ അകത്ത് കിടക്കേണ്ടി വരും. പറഞ്ഞേക്കാം. പോലീസുകാർ തല്ലണതിന് മുമ്പ് സാറിനൊന്ന് പറഞ്ഞുകൂടായിരുന്ന? സാർ ഒരു ഫേമസ് ഡയറക്ടർ ആണെന്ന്. അതൊക്കെ പറഞ്ഞടാ കോപ്പെ. എന്നിട്ട് കഷ്ടകാലത്തിന് SI പടം കണ്ടിട്ടുണ്ടായിരുന്നു. ഓ ഫസ്റ്റ് ഡേ കാണുന്ന ആളാ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അല്ല സെക്കൻഡ് ഡേ സാറിന്റെ പടം മാറുമല്ല. എന്റെ അമ്മേ, ഇത്രയും പുളിച്ച തെറി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. മിക്കതും സാറിന്റെ പടത്തിലെ ഡയലോഗ് ആയിരുന്നു. എനിക്ക് പിന്നെ തെറിയൊന്നും കേൾക്കേണ്ടി വന്നില്ല. ലോക്കപ്പിലോട്ട് കേറിയപ്പോ തന്നെ ചെവി പൊത്തി ഒരൊറ്റ അടിയാണ്. പിന്നെ കമാന്നൊരു അക്ഷരം ഞാൻ കേട്ടില്ല. ഇന്നൊരു മൂളക്ക മാത്രം. പക്ഷെ എനിക്കതിന് ദുഃഖമില്ല. അതിൽ നിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്ത് സത്യം മനസ്സിലായി? ചെവി പൊത്തിയടിച്ച മൂക്കിന്ന് ഇങ്ങനെ ചെറുന്ന് രക്തം വരുമെന്ന്. വന്നല്ല അടുത്ത വനമാല. അടുത്ത തല്ലുകൊള്ളാൻ എല്ലാവരും റെഡി ആയിക്കോ. പോലീസുകാരുടെ കയ്യിൽ നമ്മുടെ പുറവും നല്ല ചേർച്ചയാണ്. നിന്റെ പുറം ആരുടെ വന്നത്? പോലീസാ? പട്ടാളോ? പറയണേ. പോലീസുകാരുടെ ഇടിച്ചോമയാണ്. സാർ ആ തിരക്കഥ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ വായിക്കട്ടെ? നിന്റെ ഒടുക്കത്തെ കഥ കൊണ്ട് വന്നാൽ ഞങ്ങൾ അനുഭവിക്കുന്നത്. സാർ ഇത് വസുമതി എന്ന് പറഞ്ഞ കഥയും പിന്നെ ഞാൻ അവളുടെ നാട്ടിൽ ചെന്നപ്പോ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് അവളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാക്കിയ തിരക്കഥയാ. ഷൂട്ട് ചെയ്യാനല്ല, ഇത് നടക്കേണ്ടത് അവിടെയാ, അവളുടെ നാട്ടില്. അവളെ രക്ഷപ്പെടുത്താനും നമുക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനും ഇനി ഇതേ ഉള്ളൊരു മാർഗം. സീൻ 36 രാത്രി വസുമതിയുടെ വീട്. അരവിന്ദ,
ഇവനിത് എവിടെ പോയതാ? എന്തൊരു കാര്യം. അയ്യോ എന്താ ആരെവിടെ എന്ത് പറ്റി? എന്താ ഇത് അയ്യോ. ഇതെന്താ പറ്റിയത് അരവിന്ദ എടുക്ക് സൂക്ഷിച്ച്. കാലിന് നല്ല കനമുണ്ട് മെല്ലെ. ആരെവിടെ അയ്യോ ദേ വേറൊരുത്തൻ വരുന്നു. ആരാ മോളെ വസുമതി മോളെ മുഖത്തിനെന്ത് പറ്റി പ്രേതാടോ. പ്രേതോ എവിടെ എന്റെ അയ്യോ കരിമ്പൂതം പണ്ടൊരിക്കൽ ഇതേപോലെ ഞാനും പേടിച്ചിട്ടാ. നീ എന്തിനാണ് കണ്ണാടി നോക്കി? പോടാ പോടാ. ഒരുത്തൻ വരുന്നുണ്ട്, വാലുള്ളവൻ. വാലുള്ളവനോ? കുരങ്ങോ? അല്ല, വാളുള്ളവൻ. ആ കുരങ്ങന്റെ വാലിയം കരിച്ചു തരാട്ടാ. വരുന്നുണ്ട്, വരുന്നുണ്ട്. അവൻ പേടിച്ചോടിയില്ലേ? അവൻ വാളും പൊക്കി ഓടി. ദേവൻ തിരിച്ചു വരണ്, വാളും പൊക്കിക്കൊണ്ട്. ഓടാം. ഓടിയ കുഴപ്പവും മൂക്കി പിടിതാ. മുഴുവനിട്ടേക്കാം. തുമ്മരുത്, തുമ്മിയ കുഴപ്പവും. തുമ്മിയില്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് കുഴപ്പം. തുമ്മരുത്. വാളി കളഞ്ഞോടി. വെറുതെ കുറച്ച് ഗ്യാസ് കളഞ്ഞു. അവന് മൂക്കിപ്പൊടി മതിയായിരുന്നു. മൂക്കിപ്പൊടിയാ മുറുക്കാനാ സിഗരറ്റാ? കൊടറ കൈ. വർക്കൗട്ട് ആയടാ. സാർ ഇവന്റെ സ്ക്രിപ്റ്റ് കൊള്ളാല്ലേ? കൊള്ളാം. ദേ സംഭവം കൊള്ളാം. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഈ വീട്ടിൽ ശരിക്കും പ്രേതമുണ്ട്. കാലിക്കറി ചവിട്ടി പ്രേതമേ. നിനക്ക് വെറുതെ തോന്നിയതാകും. അയ്യോ അത് വസുമതി തന്നെയാ, ഞാൻ ഇത്ര അടുത്ത് കണ്ടതല്ലേ. കൊട്ടാരത്തിനകത്ത് അവളുടെ അമ്മയെ ആവാഹിച്ച് തളച്ച അതേ മുറിയിൽ തന്നെയാണ് അവളെയും പൂട്ടിയിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് അവൾക്ക് ഒരിക്കലും പുറത്തു കിടക്കാൻ പറ്റില്ല. ആ മുറി വേണ്ടായിരുന്നു. അവളുടെ ദേഹത്ത് ബാധ കയറിയിട്ടുണ്ടാവുന്ന തോന്നണേ. എന്ത് കേറിയിട്ടായാലും ശരി, കൊട്ടാരം വിൽക്കുന്നത് വരെ നമ്മൾ ഇതൊക്കെ ഒന്ന് സഹിച്ചേ പറ്റൂ. ആ രജിസ്ട്രാറോട് വരാൻ പറഞ്ഞിട്ടില്ലേ? രജിസ്ട്രാർ മറ്റുള്ളവർക്ക് കൊട്ടാരത്തിൽ എത്തിക്കോളും. അവൾ അവിടെ വെച്ച് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ കോടീശ്വരന്മാരാ. അതെ, നമ്മളാണ് ഇതൊക്കെ വിൽക്കുന്നതെന്ന് ആരും അറിയില്ല. മുത്തശ്ശൻ കരുതും അവളും അവളെ സ്നേഹിക്കുന്ന പയ്യനും കൂടെ എല്ലാം വിറ്റതെന്ന്. എനിക്കെന്തോ പേടി തോന്നുന്നു. എല്ലാം അവരുടെ പേടിയും തീർക്കാം. കൊട്ടാരത്തിൽ ചെന്ന് അവളെ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഒരു കുഴപ്പമില്ല. അതാ അതാ ആ പറഞ്ഞ കൊട്ടാരം. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭൂതവും പിശാചും ഉണ്ടെന്നൊക്കെ ചുമ്മാ പറയുന്ന ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത്രയും പേരില്ലേ? തോണ്ടി പേടിപ്പിക്കുന്നു. സാർ ഞാനും
പേടിച്ചു പോലെ നമുക്ക് ഒരുമിച്ച് കിടക്കാം. ധൈര്യം വേണ്ടേ? നിങ്ങൾ അവിടെ നോക്ക്, ഈ സൈഡ് ഞാൻ നോക്കിക്കോളാം. ആ മാസ്റ്റർ സർ ഇങ്ങോട്ട് വാ. മൊബൈലടക്ക്. അല്ല അത് ഞാൻ നടക്ക് മാസ്റ്റർ, ഞാൻ നോക്കിക്കോളാം. ഇങ്ങനൊരു പേടി. പുള്ളിക്കാരി പേടിയാ, പേടി. ഇത്രയും വലിയ കൊട്ടാരത്തിലാണ് ഇവളെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് ഏത് രാജാവിന്റെ പടമാണ്? മധ്യ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാ, പേര് ശശി. ഒന്ന് പോടാ പോത്തെ. വസുമതി സുമേ 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 സുമേ